ദേവികുളത്ത് ട്രഷറി ജീവനക്കാർക്കായി അനുവദിച്ച് നൽകിയിരിക്കുന്ന ക്വാർട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകുവാൻ നീക്കം നടക്കുന്നതായി പരാതി. ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരുന്ന ട്രഷറി ജീവനക്കാരിയായ ഒരാൾക്ക് ഇത് സംബന്ധിച്ച് കത്ത് ലഭിച്ചതോടെയാണ് സംഭവത്തിൽ പ്രതിഷേധം ഉയർന്നിട്ടുള്ളത്. 4 പതിറ്റാണ്ടിലധികമായി ട്രഷറി ജീവനക്കാർക്കായി അനുവദിച്ച് നൽകിയിരുന്ന ക്വാർട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാണ് ആവശ്യം. 1979 മുതൽ ദേവികുളത്ത് ട്രഷറി ജീവനക്കാർക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ള ക്വാർട്ടേഴ്സുകൾ സംബന്ധിച്ചാണ് ഇപ്പോൾ വിവാദം ഉയർന്നിട്ടുള്ളത്. ട്രഷറി ജീവനക്കാർക്കായി അനുവദിച്ച് നൽകിയിരിക്കുന്ന ക്വാർട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകുവാൻ നീക്കം നടത്തുന്നതായാണ് പരാതി. ട്രഷറി ക്വാർട്ടേഴ്സിൽ താമസം മാറാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അവരാണെങ്കിൽ 21 മുതൽ അവർ താമസിച്ച് വരുന്നു. അവരുടെ ശമ്പളത്തിൽ നിന്നും വാടക ഈടാക്കുന്നതായിട്ടാണ് അറിയുന്നത്. അമ്മയും 2 പേർ കുഞ്ഞു കുട്ടികളുമുണ്ട്. മറ്റ് താമസ മാർഗങ്ങളൊന്നും ഇല്ലാത്ത അവരെ എങ്ങനെ ഒഴിവാക്കണം ഈ ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസ് കൊടുത്തത് എന്ത് സാഹചര്യത്തിലാണെന്ന് അറിയില്ല. അവർ ആ നടപടി പിൻവലിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 2021 മുതൽ ക്വാർട്ടേഴ്സിൽ താമസിച്ചു വന്നിരുന്ന ട്രഷറി ജീവനക്കാരിൽ ഒരാൾക്ക് ക്വാർട്ടേഴ്സിൽ നിന്നും മാറണമെന്ന് ചൂണ്ടിക്കാട്ടി പൊതുമരാമത്ത് വകുപ്പിന്റെ കത്ത് ലഭിച്ചതോടെയാണ് വിഷയത്തിൽ പ്രതിഷേധം ഉയർന്നിട്ടുള്ളത്. അറിയിപ്പ് ലഭിച്ചതോടെ ട്രഷറി ജീവനക്കാരി ആശങ്കയിലായി. ക്വാർട്ടേഴ്സ് ഒഴിയേണ്ടി വന്നാൽ പ്രതിസന്ധിയിലാകുമെന്നും നിലവിലെ വരുമാനത്തിൽ വീട് വാടകയ്ക്കെടുത്ത് ജോലിക്ക് പോവുക പ്രായോഗികമായ കാര്യമല്ലെന്നും ജീവനക്കാരി പറയുന്നു. ജോലിയിൽ പ്രവേശിച്ച നാൾ മുതൽ താമസത്തിന് അനുവദിച്ച് കിട്ടിയ ക്വാർട്ടേഴ്സാണിതെന്നും ഇതിന് ആനുപാതികമായ തുക ശമ്പളത്തിൽ നിന്നെടുക്കുന്നതായും ജീവനക്കാരി പറഞ്ഞു. ചെറിയ സാലറിയിൽ ജോലി ചെയ്യുന്ന ഞാൻ ഇവിടെ വീടുകളൊക്കെ അന്വേഷിക്കുമ്പം 20,000 രൂപ ആ ഒരു റേറ്റൊക്കെയാണ് വാടക പറയുന്നത്. അപ്പോൾ ഈ 30-30നകത്ത് സാലറി വാങ്ങിക്കുന്ന എനിക്ക് അത്രയും രൂപ വാടക കൊടുത്ത് ഇവിടെ താമസിക്കാമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ ക്വാർട്ടേഴ്സ് അങ്ങനെ വേറെ അലോട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ മാറണമെന്ന് പറയുകയാണെങ്കിൽ എനിക്കിവിടെ ഒരിക്കലും വാടക കൊടുത്ത് വേറൊരു വീടെടുത്ത് താമസിക്കാൻ പറ്റത്തില്ല. എന്നെങ്കിൽ ഇതിനനുസരിച്ചുള്ള എനിക്ക് താമസിക്കാനുള്ള സൗകര്യം ആക്കി തരിക. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാരണം എന്തുവാണെന്നും അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ജോലി വേണ്ടാന്ന് വെച്ച് വീട്ടിൽ പോയി നിൽക്കുന്നത് തന്നെയായിരിക്കും എനിക്ക് കൂടുതലും നല്ലത്. കത്ത് ലഭിച്ച് 7 ദിവസത്തിനകം ക്വാർട്ടേഴ്സ് ഒഴിയണമെന്നാണ് നിർദ്ദേശം. വിനോദസഞ്ചാര മേഖലയായതിനാൽ മാസവാടകയ്ക്ക് ദേവികുളത്ത് വീട് ലഭിക്കുക അത്ര എളുപ്പമല്ല. ഉള്ള വീടുകൾക്ക് ഭാരിച്ച വാടകയും നൽകേണ്ടതായി വരും. ഈ സാഹചര്യത്തിൽ ട്രഷറി ജീവനക്കാർക്കായി അനുവദിച്ചു നൽകിയിരിക്കുന്ന ക്വാർട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.